നമസ്കാരം. ജനുവരി 22-ാം തീയതി അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ്. നമുക്കറിയാം, രാജ്യത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾക്ക് ക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ക്ഷണം ലഭിച്ച ആളുകളിൽ ചിലർക്ക് പോകണമോ വേണ്ടയോ എന്നുള്ള ആശങ്ക ഇതുവരെയും ഒഴിഞ്ഞിട്ടുമില്ല, പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്. പക്ഷേ കോൺഗ്രസ് മാത്രമല്ല ഈ അയോധ്യ വിഷയത്തിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്, മറിച്ച് ശിവസേനയും ഇതിന്റെ ഒരറ്റത്തുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോഴിതാ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് തനിക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല എന്ന ഉദ്ധവ് താക്കറെയുടെ പരാമർശത്തോട് പ്രതികരിച്ചുകൊണ്ട് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ ആചാര്യ സത്യേന്ദ്ര ദാസ് രംഗത്തെത്തിയിരിക്കുന്നു. രാമഭക്തരായവർക്ക് മാത്രമേ തങ്ങൾ ക്ഷണം നൽകിയിട്ടുള്ളൂ എന്ന് തന്നെയാണ് സത്യേന്ദ്ര ദാസ് പറയുന്നത്. രാമന്റെ പേരിൽ BJP എന്ന പാർട്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞവരെ എന്തിനാണ് ക്ഷണിക്കുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി എല്ലായിടത്തും ബഹുമാനിക്കപ്പെടുന്നുണ്ട്. തന്റെ ഭരണത്തിന് കീഴിൽ അദ്ദേഹം മഹത്തായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഒരിക്കലും രാഷ്ട്രീയമല്ല. അയോധ്യയിൽ രാഷ്ട്രീയം കളിക്കാൻ ആരും വരികയും വേണ്ട എന്ന ഒരു മുന്നറിയിപ്പ് കൂടി സത്യേന്ദ്ര ദാസ് പറയുന്നുണ്ട്. എന്തായാലും ശിവസേന നേതാവ് സഞ്ജയ് റൌട്ടിനെതിരെയും ശക്തമായ വിമർശനം തന്നെ അയോധ്യയിലെ ക്ഷേത്ര പുരോഹിതൻ നടത്തിയിരിക്കുന്നു. ബാലാസാഹബ് താക്കറെയും അതിനോടൊപ്പം ആയിരക്കണക്കിന് ശിവസേന നേതാക്കളും ഈ രാമക്ഷേത്രത്തിന് വേണ്ടി വിയർപ്പൊഴുക്കിയത് മറന്നിട്ടല്ല താൻ സംസാരിക്കുന്നത് എന്നുകൂടി സത്യേന്ദ്ര ദാസ് പറയുന്നുണ്ട്. അങ്ങനെ ഉദ്ധവ് താക്കറയ്ക്ക് അല്ലെങ്കിൽ ശിവസേനയ്ക്ക് കൃത്യമായ ഒരു മറുപടി അത് BJP അല്ല നൽകിയിരിക്കുന്നത്, മറിച്ച് അയോധ്യയിലെ ക്ഷേത്ര ഭാരവാഹികൾ തന്നെയാണ്. രാമനെ വിമർശിക്കുന്നവർ അല്ലെങ്കിൽ രാമനെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നവരെ എന്തിന് തങ്ങൾ ക്ഷണിക്കണം എന്ന ചോദ്യം തന്നെയാണ് അവർ ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.